കർഷകന് കളകളോ പതിരോ അല്ല, ഗോതമ്പാണ് വേണ്ടത്. ഇത് പരിഗണിക്കുമ്പോൾ നാം ആത്മീക ഗോതമ്പായി മാറേണ്ടതിന് നമ്മുടെ വിശ്വാസം വളർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരുക്കത്തിന്റെ സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ ഇന്ന് കളകളും പതിരും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ദൈവവചനം നമുക്ക് പങ്കുവയ്ക്കാം. അതുവഴി നമുക്ക് കളകളോ പതിരോ ആകാതെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ കളപുരയിൽ പ്രവേശിക്കാൻ കഴിയുന്ന യഥാർത്ഥ ഗോതമ്പായി തീരാൻ പരിശ്രമിക്കാം. വാക്കുകൾ കൊണ്ട് മാത്രം നമുക്ക് ഗോതമ്പാകാൻ കഴിയില്ല. നമ്മുടെ പ്രവർത്തികളിലൂടെയും വിശ്വാസത്തിലൂടെയുമാണ് നമുക്ക് ഗോതമ്പാകാൻ കഴിയുന്നത്. വിശ്വാസമാണ് നമ്മെ ഗോതമ്പാക്കി മാറ്റുന്നത്. ഒരിക്കലും വാക്കുകളല്ല, ചിന്തകളുമല്ല നമ്മെ ഗോതമ്പാക്കി മാറ്റുന്നത്. നമ്മുടെ വിശ്വാസം പ്രവൃത്തികളോട് ചേരുമ്പോഴാണ് അത് വിശ്വസ്തവും സത്യവും ജീവനുള്ളതുമായി കാണപ്പെടുന്നത്. യാക്കോബിന്റെ പുസ്തകത്തിലൂടെ ഈ ഉപദേശത്തെക്കുറിച്ച് ബൈബിൾ നമ്മെ നേരത്തെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മത്തായി അധ്യായം 3 വാക്യം 8 നോക്കാം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളംകൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി. ആളുകൾ എപ്പോഴാണ് മെതിക്കുന്നത്? അത് ശരത്കാലത്തിലല്ലേ? കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവയ്ക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ദൈവം ഗോതമ്പ് ശേഖരിക്കുന്നു. എന്നാൽ പതിരിന്റെ കാര്യമോ? പതിരിന് പുറമേയുള്ള രൂപമുണ്ടെങ്കിലും അതിനുള്ളിൽ കാമ്പില്ലാത്തതുകൊണ്ട് അത് ചുട്ടുകളയും. ഇവിടെ കെടാത്ത തീ എന്നത് നരകത്തിലെ നിത്യാഗ്നിയെ അർത്ഥമാക്കുന്നു. നരകത്തിലെ നിത്യാഗ്നിയെക്കുറിച്ചാണ് പതിർ കെടാത്ത തീയിൽ ഇട്ടുചുട്ടുകളയും എന്ന് ദൈവം ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്. നാം എല്ലാവരും സ്വർഗരാജ്യത്തിനായി വാഞ്ചിക്കുകയും നമ്മുടെ നിത്യസ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും പ്രത്യാശ മാത്രം മതിയാവില്ല. വെളിപാട് അധ്യായം 22 ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ പകരം നൽകും എന്ന് എഴുതിയിരിക്കുന്നു. യേശു പറഞ്ഞതുപോലെ മെതിക്കളം ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ദൈവം ഗോതമ്പിനെ പതിരിൽ നിന്നും കളകളിൽ നിന്നും വേർതിരിക്കുന്ന പ്രവൃത്തി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്കിനിയും അല്പം സമയവും സാവകാശവുമുണ്ട്. ഇതാ മണവാളൻ, അവനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുവിൻ എന്ന് ദൈവം ഒടുവിൽ വിളിച്ചു പറയുന്ന സമയം വരെ ബൈബിളിന്റെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് നാം ഓരോന്നായി കൂടുതൽ പ്രാവർത്തികമാക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം ദൈവത്തെ യഥാർത്ഥത്തിൽ പ്രസാദിപ്പിക്കുന്ന ഗോതമ്പായി തീരണം. വളരെയധികം നന്ദി.